ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റേ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളത്തെ മഴ തോറും മുമ്പേ സീരിയലിൻ്റെ അലീനയുടെയും നമ്മുടെ മനുശങ്കറിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒരു കുഞ്ഞ് ലൈക്കൊക്കെ അടിക്കാൻ ആരും മറന്നു പോവല്ലേ. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മഴ തോറും മുമ്പേ സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയെ നമ്മുടെ SI കുറേ മാറിയും തിരിഞ്ഞും വൾഗർ രീതിയിലൊക്കെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പക്ഷേ അലീനയുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അലീന പറയുന്നുണ്ട്, അതായത് അവർ SI പറയണ സംസാര രീതി വെച്ചിട്ട് അവർക്ക് ഈ ഹരിയുടെയും രോഹിത്തിൻ്റെ എതിരായിട്ട് അലീന ഒരു കംപ്ലൈൻറ്റ് കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് അവർ പറയണത്. അങ്ങനെ CI വരെയാണ്. CI വന്ന് SIയോട് ചോദിക്കുന്നുണ്ട്, എന്തായി ക്വസ്റ്റ്യൻ ചെയ്തോ, അലീന എന്ന് പറഞ്ഞ കുട്ടിയെ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ SI പറയുന്നുണ്ട്, സാറേ അമ്പിലും വില്ലിലും അടുക്കുന്ന മട്ടൊന്നുമില്ല, അവൾ ഒരേ സ്റ്റേണിൽ തന്നെ അങ്ങോട്ട് നിൽക്കുകയാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ CI പറഞ്ഞു, എന്താ താനൊരു കാര്യം എൻ്റെ ക്യാബിനിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ SI അലീനെ CIയുടെ ക്യാബിനിലോട്ട് കൊണ്ടുപോയി അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ CIയുടെ ക്വസ്റ്റ്യൻ ചെയ്യൽ തുടങ്ങുകയാണ്. അപ്പോൾ നീ എത്ര നാളായി ഇങ്ങനെ നെടുമ്പുറയ്ക്കൽ വീട്ടിൽ വന്നിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അവിടെ വേലക്കാരിയായി വന്നിട്ട് ഇപ്പോൾ നീ വീട്ടുകാരിയായി വന്ന ചരിത്ര കഥകളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ക്വസ്റ്റ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എപ്പോഴെങ്കിലും ഈ ഹരിയും രോഹിത്തും മയക്കുമരുന്ന് തന്ന് നിന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? അപ്പോൾ അലീന ഇല്ലയെന്ന് പറയാൻ എന്തായാലും പറ്റില്ല, തന്നിരുന്നു. അങ്ങനെ തന്നിരുന്നു എങ്കിൽ നീ അവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് തീർച്ചയായിട്ടും തന്നേ പറ്റുള്ളൂ, തന്നാൽ മാത്രമേ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നു, എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല, പിന്നെ അവരെന്നെ ലൈംഗികമായൊന്നും ചൂഷണം ചെയ്തിട്ടില്ല, മയക്കുമരുന്ന് കലക്കി നാരങ്ങ വെള്ളത്തിൽ തന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ എനിക്ക് അതിനെതിരെ കംപ്ലൈൻ്റ് ഇല്ല. നീ അന്നും കംപ്ലൈൻറ്റ് തന്നിട്ടില്ല, പക്ഷേ ഈ കേസ് ഈ രീതിയിൽ വന്ന സ്ഥിതിക്ക് നീ അനുഭവിച്ച ആ ഒരിത് ഞങ്ങൾ കംപ്ലൈൻ്റായിട്ട് എന്നെ എടുക്കുകയും ചെയ്യും, നിന്നെ കൊണ്ട് കംപ്ലൈൻറ്റ് എഴുതിപ്പിക്കുകയും ചെയ്യും. കംപ്ലൈൻറ്റ് തന്നാൽ മാത്രം നീ ഇവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള രീതിയാണ്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ എന്തോ അവരെ മനസ്സിലൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഒരു കാര്യം അവരെ അടിച്ചേൽപ്പിക്കും പോലെയാണ് അലീനയോട് അവർ സംസാരിക്കുന്നത്, ഈ SI ആണെങ്കിലും CI ആണെങ്കിലും. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ നമ്മുടെ ഗോവർദ്ധൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ അയാൾ അപ്പോൾ ഉള്ള വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഈ CI ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരു രക്ഷയില്ല, അലീന ഒരേ സ്റ്റേണിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, നീ എന്തായാലും ഈ കംപ്ലൈൻറ്റ് തരാണ്ട് ഇവിടെ നിന്ന് നീ പോവില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അലീന അവിടെ ഒരു ബെഞ്ചിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഈ കോൺസ്റ്റബിൾ ഗോവർദ്ധനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്താൽ മാത്രമേ ആ കുട്ടി ഇവിടെ നിന്ന് വിടൂളെന്നാണ് CIയും പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും വക്കീലിനെയും കൂട്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനെ ആ സ്റ്റേഷൻ്റെ അവിടെ ആ ബെഞ്ചിലിരുന്ന സമയത്ത് അലീന അവിടുത്തെ സെല്ലിനകത്തോട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹരിശങ്കറും അതുപോലെ തന്നെ രോഹിത്തൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ ഹരിക്ക് യാതൊരു കുലുക്കവും ഇല്ല. ഇങ്ങനൊരു തെറ്റ് ചെയ്ത് ഈ കണ്ട ആൾക്കാർ മൊത്തം അറിഞ്ഞ് ആ പെൺകുട്ടിയുടെ നില ഗുരുതരമാണ്, ഇതൊന്നും ഹരിയെ ബാധിച്ചിട്ടില്ല. അതേസമയം രോഹിത്താണെങ്കിൽ തളർന്നു കുത്തി ഒരു മൂലയ്ക്ക് അങ്ങ് ഇരിക്കുക കേട്ടോ. ഒട്ടും വയ്യാണ്ട് ആ ഒരു അവസ്ഥയിൽ രോഹിത്ത് ഇരിക്കുകയാണ്. ആ മുഖം കണ്ടാലറിയാം, ഒരു നിഷ്കളങ്കമായ മുഖം. പക്ഷേ ആ ഒരു അനുകമ്പ ഭാവമൊന്നും ഹരിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഹരിയുടെ മുഖത്ത് കാണുന്നില്ല. അപ്പോൾ പോലീസുകാരുടെ ഒരു ശ്രദ്ധ മാറിയ സമയത്ത് അലീന പതുക്കെ ഈ രോഹിത്തിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് രോഹിത്തേന്ന് വിളിക്കുമ്പോൾ രോഹിത്ത് വാടിക്കൊഴഞ്ഞ ആ സെല്ലിനകത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്തിൻ്റെ അടുത്ത് പറയും, അപ്പോൾ രോഹിത്ത് അലീനയുടെ മുഖത്ത് നോക്കണം. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ രോഹിത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്നോടെങ്കിലും സത്യം പറയുമെന്ന് പറഞ്ഞപ്പോൾ രോഹിത്ത് കുറച്ച് നേരം അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആ കുട്ടിയെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ രേവതി കുട്ടിയും മാമച്ചനും ഗ്രേസും കൂടെ ആ ഗ്രേസിൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടല്ലോ, കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞിട്ടാണ്, കുര്യച്ചൻ. അപ്പോൾ ആ പുള്ളിയുടെ വീട്ടിൽ പോകണം. ആ പുള്ളിയുടെ മകൻ്റെ വൈഫിൻ്റെ ഫാദറാണ് DYSP. അപ്പോൾ കാര്യങ്ങളെല്ലാം അവർ വീട്ടിൽ ചെന്ന് നേരിട്ട് കണ്ട് പറയണം. അപ്പം അയാൾ എത്തിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മാമച്ചനും ഗ്രേസും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം വന്നു കഴിഞ്ഞിട്ട് എന്തായാലും അയാളുമായിട്ട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട്, അല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും അലീന ചേച്ചി ഒന്ന് കാണാൻ
പോകാനോ മറ്റുമൊക്കെ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, നീ എന്താ നമ്മൾ ഇങ്ങനെയൊക്കെ പറയണത്, ഇങ്ങനത്തെ ഒരു കേസിൽ അങ്ങനെ എല്ലാവർക്കും ചാടി ഇറങ്ങി ഇടപെടാനൊന്നും പറ്റില്ല, എന്തായാലും സാറ് പറയട്ടെ, വന്ന് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നല്ലേ പറഞ്ഞേക്കണേ. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ രേവതി കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം അലീനെ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഇരിക്കണമെന്ന് കേട്ടുമ്പോൾ രേവതി കുട്ടിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷമമായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇതേ സമയം പത്രങ്ങളിലൊക്കെ ന്യൂസ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് പത്രം എടുത്ത് നോക്കുമ്പോൾ കൃഷ്ണമോളുടെ കണ്ണ് തള്ളിപ്പോവാണ് കേട്ടോ. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ രോഹിത്തും ഹരിയുടെയൊക്കെ ആ ഫോട്ടോയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവർ ചെയ്ത ആ ഒരു വാർത്ത മൊത്തം വന്നിട്ടുണ്ട്. കാര്യം എല്ലാ പേരും ഒന്നും ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ മാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ വന്നതോടുകൂടി അറിയാത്തവരും കൂടെ അറിഞ്ഞ് ആകെ കണ്ടിട്ട് കൃഷ്ണമോള് ഒരേ അങ്ങ് ചങ്ക് പൊട്ട് നടക്കൊരു വിഷമം കേട്ടോ. ഓടി തന്നെ ബബിതയെ കൊണ്ട് കാണിക്കണം. അങ്ങനെ ബബിത നോക്കിയിട്ട് പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ബബിത കയറിപ്പോവാണ്. പക്ഷേ കൃഷ്ണമോക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും എന്നുള്ളത് ഓർത്തിട്ട് അങ്ങനെ മനുവിനെ വിളിക്കണം. അപ്പോൾ മനു എന്തായാലും രണ്ടും കൽപ്പിച്ചാണ്. കമലയുടെ വാക്കും കേട്ട് ഇനി അകത്തിരുന്നാൽ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അലീനയുടെ കാര്യം ഇനി എന്തെങ്കിലും ഇറങ്ങി ചെയ്തില്ലെങ്കിൽ അവൾക്കും എന്തെങ്കിലും അപകടം പറ്റുമോ, ഇതെന്തോ ഒരു ട്രാപ്പാണെന്നുള്ളത് മനുവിന് മനസ്സിലാവേണ്ട. കാര്യം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ അങ്ങനെ പിടിച്ച് ഒരു സ്റ്റേഷനിൽ പിടിച്ചിരുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്ത് ചോദ്യം ചെയ്യണമെങ്കിലും അന്ന് അവർ വന്ന സമയത്ത് വീട്ടിൽ വെച്ച് ചെയ്താൽ മതി. അങ്ങനെ മനു കമലയുടെ വാക്കൊക്കെ ധിക്കരിച്ച് മനു ഇറങ്ങിയാണ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഗോവർദ്ധനൻ സുലോചനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോവർദ്ധനൻ വക്കീലിനെ പോയി കണ്ടിട്ട് വക്കീലുമായിട്ട് വന്ന് അലീനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഗോവർദ്ധനൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സുലോചന ഇതേ സമയം ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ആദ്യം വൈജയന്തിയാണ് പോയി കാണുന്നത്. അങ്ങനെ വൈജയന്തിയെ പോയി കണ്ട ശേഷം വൈജയന്തി സുലോചനെ കണ്ട പാടെ തന്നെ ചോദിക്കണം, എനിക്കിതിൻ്റെ അകത്ത് കിടന്നിട്ട് വല്ലാത്ത വീർപ്പുമുട്ടാണ്, രോഹിത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ആയോ സുലോചന എന്ന് ചോദിക്കുന്നു. വൈജേട്ടത്തി നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, എനിക്ക് എഴിച്ച് നടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ മകനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചേനെ എന്ന് വൈജ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സുലോചന പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ചേച്ചി, ഇതൊരു വലിയ സംഭവമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്, നമുക്കൊന്നും അവരെ കാണാൻ കൂടി പറ്റുന്നില്ല. പിന്നെ ഗോവർദ്ധനേട്ടൻ ഇപ്പോൾ വക്കീലിനെയൊക്കെ കാണാനും അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് എന്താണ് ഇതിൻ്റെ നീക്കപ്പോക്ക് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. കാര്യം നിസ്സാരമായ ഒരു കേസല്ല, ആ കുട്ടിയുടെ അവസ്ഥയും വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥയെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അലീനയെ കൂടെ ഇപ്പം പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ വൈജി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അവളെ പിടിച്ചുകൊണ്ട് പോയത്, അത് പണ്ട് രോഹിത്തും ഹരിയും കൂടെ ചേർന്ന് അലീനയ്ക്ക് മയക്കുമരുന്ന് കലക്കി കൊടുത്ത സംഭവമൊക്കെ അവരെ വായിന്ന് തന്നെ പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അലീനയെ ചോദ്യം ചെയ്യാനെന്നും പറഞ്ഞ് അവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മയക്കുമരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞ് അവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ മാത്രമേ അലീനയെ അവിടെ നിന്ന് വിടുള്ളൂ എന്നും പറഞ്ഞ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇതും കൂടെ കേട്ടപ്പോൾ വൈജയ്ക്ക് ആകെ സങ്കടമാണ്. കാരണം വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു ഇതും കൂടെ വരുമ്പോൾ കേസ് ഒന്നും കൂടെ മുറുകയാണ്. അപ്പോൾ അത് അവർക്ക് ദോഷം ചെയ്യും. ആർക്കാ, നമ്മുടെ രോഹിത്തിനും ഹരിക്കും ദോഷം ചെയ്യുമല്ലോ. അപ്പോൾ ആകെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും അന്ന് അലീനയുടെ സംഭവത്തോടു കൂടെ തന്നെ രോഹിത്തിനെ ഹരിക്കും അതിൻ്റേതായ രീതിയിലൊരു താക്കീത് കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾ ഇന്ന് ഈ രീതിയിലാവൂലായിരുന്നു. അത് മാത്രമല്ല ആ ഹരിയുടെ കൂടെ കൂട്ടുകൂടി തന്നെ രോഹിത്ത് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ബാലേട്ടനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ്റെ അടുത്ത് ചെല്ലാണ്. അപ്പോൾ സുലോചനെ കണ്ട ഉടനെ ബാലേന്ദ്രൻ കിടന്ന് വെപ്രാളപ്പെടേണ്, എന്തായി നിൻ്റെ ഫോണൊന്ന് തന്നെ, എനിക്കൊരു ഫോണ് പോലും ഇല്ല, വെളിയിൽ എന്താ നടക്കുന്നത്, എൻ്റെ കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എനിക്കിവിടെ കിടന്നിട്ട് ഭ്രാന്ത് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ആകെ കിടന്ന് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവേണ്ട കേട്ടോ. അപ്പോൾ സുലോചന പറയുന്നുണ്ട്, അതിന് മാത്രം ഒരു കുഴപ്പമില്ല, ബാലേട്ടനൊന്ന് സമാധാനപ്പെടുക, അസുഖമൊക്കെ ഭേദമായി കഴിഞ്ഞിട്ട് പോവാം, അല്ലാണ്ട് ഏട് പിടിയെന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞാലേ ശരീരം അത്ര ഓക്കെ അല്ല ബാലേട്ടൻ്റെ, നീ എന്താ ഈ പറയണത്, കുട്ടി അവൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ, നിൻ്റെ ഫോണൊന്ന് തന്നെ എനിക്ക് 1-2 കോള് ചെയ്യാനുണ്ടെന്നൊക്കെ ബാലേന്ദ്രൻ പറയാം. അപ്പോൾ സുലോചന പറയാം, ഇപ്പോൾ അതൊന്നും ചെയ്യേണ്ട, ബാലേട്ടൻ ഒന്ന് വിശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. എന്ത് വിശ്രമിക്കുക, നീ ഒന്ന് മാറി, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് ബാലേന്ദ്രൻ്റെ, സാർ എന്താ ഈ കാണിക്കുന്നത്, സാറിൻ്റെ ബോഡി വീക്കാണ്, സാറൊന്ന് റെസ്റ്റ് ചെയ്ത് അവിടെ കിടക്കുമെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ അവിടെ കിടത്തുന്ന സീനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ അലീനയാണെങ്കിലും ആ ബെഞ്ചിലവിടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഇരിക്കാനുണ്ട്. അപ്പം പോലീസുകാരെ ശ്രദ്ധ കുറഞ്ഞ സമയത്ത് അലീന വീണ്ടും രോഹിത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ്, കാര്യങ്ങൾ എന്തെങ്കിലും എങ്ങനെയാണ് സംഭവമൊന്നും ഒക്കെ അന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഒരു വനിതാ കോൺസ്റ്റബിളെ കാണുമ്പോൾ അലീന വേഗം
പോവാണ് കേട്ടോ. പോയി ആ ബെഞ്ചിൽ തന്നെ ഇരിക്കണം. കാരണം ഇനി ആ പേരിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് അലീനെ പേടിച്ച് തിരിച്ച് വീണ്ടും പോണ സീനൊക്കെയാണ് കേട്ടോ. അങ്ങനെ അലീനയുടെ ഭാഗത്തു നിന്നും ആ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ മാത്രമേ അവർ അലീനെ വിടുള്ളൂ എന്ന് കർക്കശം പറഞ്ഞൊക്കെയാണ്. അവർക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, അത് പോലീസുകാർക്ക്. അത് ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അലീനെ അവർ ആ ഒരു രീതിയിൽ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ മനു വരുന്നുണ്ട്, അതുപോലെ ഗോവർദ്ധനം വക്കീലുമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേസമ്മയുടെ ആ ഒരു റിലേറ്റീവ്, ആ ഒരു DYSP പാലയിലുള്ള, അപ്പോൾ ആ പുള്ളി എല്ലാവരും കൂടെ ഇടപെട്ട് അലീനെ അവിടെ നിന്ന് ഇറക്കിക്കണ്ണെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ വരാനിരിക്കുന്ന സീനിൽ ഏകദേശം ഇതൊക്കെ തന്നെയാണ് പ്രൊമോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം കേട്ടോ. അലീന എന്തായാലും പുറത്തിറങ്ങുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അലീന ഇറക്കുന്നുണ്ട്. പക്ഷേ അലീന ഇനി പുറത്തിറങ്ങിയ ശേഷം രോഹിത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അലീന ചെയ്യുകയാണ്. അതായത് രോഹിത് ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം അലീന മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കി അലീന രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അലീന ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ പിന്നെ ബാലേന്ദ്രൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബബിതയുടെ ഒരു സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ്റെ ചങ്ക് പൊട്ടുന്ന രീതിയിലുള്ള ഓരോ സീനുകൾ, ഒരു സീന് ബബിതയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അപ്കമിങ് വിശേഷം ഇന്നിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വൈകിട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ. എല്ലാവരും നമ്മുടെ ആ ഒരു വീഡിയോയും കൂടെ കാണുക. കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ, ടാറ്റാ.